ഇഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു പോളയുടെ റെസിപ്പി കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ പോള ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഞാൻ ഗ്യാരണ്ടി തരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത പലഹാരങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ഒരു പോള ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കട്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു പണിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1 കപ്പ് നമ്മുടെ ജീരകശാല അരിയാണ്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, ജീരകശാലൻ്റെ പച്ചരി, അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു മിനിമം ഒരു 4 മണിക്കൂർ കുതിരാൻ വെക്കണം കേട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് വെള്ളത്തിൽ നല്ല കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഈ ഒരു ഉള്ളി വയന്ന് വരാനുള്ള ഒരു എണ്ണ മതിയാവും. ഇത്ര എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു റെസിപ്പിക്ക്. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇപ്പം സവാള നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ ഇതിൽ കൂടുതൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നോമ്പിന് മുമ്പ് പേസ്റ്റ് തയ്യാറാക്കി വെച്ച പേസ്റ്റാണ്. അപ്പോൾ അതാണ് ഐസായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ അത് ഐസിൻ്റെ ഒന്ന് മെൽട്ടായിട്ട് വരും. അപ്പോൾ അത് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൗഡർ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബീഫ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൗഡർ അത് ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര എരിവ് ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഓവറായിട്ട് കുക്കാവണ്ട. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങനെ ഇടരുത്, ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച് വേവിച്ച് ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് ആക്കി വെച്ച ബീഫ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ റമദാനിൻ്റെ മുമ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച കാരണം ഇത് ഐസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഐസ് പോയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. കുറച്ച് സമയം വെക്കണം കേട്ടോ, കാരണം ഇത് തണുപ്പായതുകൊണ്ട് കുറച്ച് ഇതിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാല ഒക്കെ എല്ലാ ഭാഗത്തും ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ചൂടോട് കൂടിയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫ്രഷിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല പിടിക്കും. ഇത് ഐസായ കാരണമാണ് ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചത്. ഇനി നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഇതിലോട്ട് പുളികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ഫില്ലിങ്ങിന്. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് മല്ലിയില കൂടി ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. ബാറ്റർ തയ്യാറാക്കാൻ ഇനിയിപ്പോൾ ഇനിയൊരു 2 മണിക്കൂറും കൂടി കഴിയണം, കാരണം 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണ്ടേ. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നല്ല വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഫുള്ളായിട്ട് ഒഴിവാക്കണം കേട്ടോ, നമ്മൾ സ്റ്റെയിനറിൽ മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് പാലെടുത്തതാണ്. 1.5 കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ അരിയുടെ ഒപ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കൂടുതലായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ പ്രയാസമാവും. ആ അരിയുടെ ഒപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിയിലോട്ടാണ് കേട്ടോ 6 കോഴിമുട്ട, 1.5 കപ്പ് തേങ്ങാപ്പാൽ, ഈ ഒരു അളവ്. അപ്പോൾ അത് നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മുട്ടയും നമ്മുടെ അരിയും നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇതാക്കിയാലും മതി. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം.
അപ്പോഴേ നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ ശരിക്കുള്ളൊരു പരുവം മനസ്സിലാവുള്ളൂ. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ലായിരുന്നു, ഒരു 1/4 കപ്പ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ബാറ്ററായി. ഇനി നമുക്കിത് 2 പോർഷനാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഒരു സോസ് പാനിലാണ് ഇത് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മുടെ 1 കിലോ കേക്ക് ടിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ വലുപ്പമുള്ളൊരു ഇതാണിത്, സോസ് പാനാണിത്. അപ്പോൾ ഇത് ചെറിയ ബർണറിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സോസ് പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ആദ്യം നല്ല ചൂടായ പാനിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ചൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കേട്ടോ ഫ്ലെയിം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് നമ്മൾ എടുത്ത് വെച്ച ഫില്ലിങ്ങിൻ്റെ 1/4 ഭാഗവും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫില്ലിങ് നല്ല കൂടുതൽ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പോള. ഫില്ലിങ് കുറവായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫില്ലിങ് ഈ ഒരളവിൽ ഉണ്ടാക്കുക കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ബീഫിൻ്റെ ഒരു വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു അളവട്ട പറയുന്നത്, കാരണം ഞാൻ അതിന് മുമ്പ് ചെയ്ത് വെച്ചതായതുകൊണ്ട് അത് 3 കിലോ ബീഫ് ഇതുപോലെ ഇതാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പഴയ ദോശപ്പാൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് അടി കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ ചെറിയ ബർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു 25 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ട് ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലായിട്ട് ക്യാപ്സിക്കം ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വെച്ച് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്നും വെക്കാതിരുന്നാലും കുഴപ്പമില്ല, വെറും മല്ലിയില മാത്രം വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇത് ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പോളയുടെ മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാനിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കിയ പാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് കഴുകിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയുടെ അംശമൊക്കെ ഉണ്ട്. വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ മുകൾ വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. കാരണം നല്ല ടേസ്റ്റാണ്. ആ ഫില്ലിങ്ങും ആ ഒരു ഇതും കൂടി ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും. ഇപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ തേങ്ങാപ്പാലാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.